ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേയും ചായ കുടിക്കണേയൊക്കെ ഓരോ തിരക്കിലാണ് കേട്ടോ. ഇന്ന് രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയാണുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പഴം മതിയെന്ന് പറയും, പക്ഷേ ചായ കുടിക്കാനാകുമ്പോൾ കറിയില്ലമ്മാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പഴം ഉണ്ടെങ്കിലും കറി ഉണ്ടാക്കും കേട്ടോ. കാരണം ആദ്യം പറയും ഒരു പഴം മതി, കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞാലും ആ സമയത്ത് അവർ ചോദിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമൊന്നും ഇല്ലാണ്ട് കഴിക്കാനാട്ടോ. ആ പുട്ടിൻ്റെ തേങ്ങ ഉണ്ടാവുമല്ലോ, ആവിയിൽ വെന്ത തേങ്ങ, അത് കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ, കറിയില്ലാണ്ടൊന്നും പറ്റൂലായിരുന്നു. ഇപ്പോൾ എനിക്കിങ്ങനെ ഇതിലാണ് തിന്നാൻ ഇഷ്ടം. അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ മക്കളൊക്കെ അതാ ചായ കുടിക്കുകയാണ്. അതിനിപ്പോൾ മദ്രസിട്ട് വന്നിട്ടേ ഉള്ളൂ. 5 നേരത്തെ കുടിച്ചു. അവർക്ക് നേരത്തെ സ്കൂളിൽ പോകണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സോയാബീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോയാബീൻ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഒറ്റയ്ക്ക് ഫ്രൈ ചെയ്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ സവാളയും കൂടി കട്ട് ചെയ്തിട്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ 2 സവാള കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനേക്ക് ഒന്നേ ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ. ഒന്നിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ സോയാബീൻ, അത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സവാള കട്ട് ചെയ്തിട്ട് നമുക്ക് ആ പാനിക്ക് അങ്ങനെ ഇടല്ല, അത് നമുക്ക് അതിലേക്ക് ഫ്രൈ ആയി വന്ന ആ സോയാബീൻ നമുക്ക് മാറ്റി കൊടുത്തിട്ട് ആ ഒരു ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള, കറിവേപ്പില, കുറച്ച് ഇതിക്ക് വേണ്ട ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഈ പാനിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുള്ള സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയുള്ള പരിപാടി. കുട്ടികൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ സോയാബീൻ ഫ്രൈ ചെയ്തത്. അതുപോലെ അവർക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്, അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈ, വെണ്ടക്ക ഫ്രൈ, ചിക്കൻ ഫ്രൈ ഒക്കെ ഫ്രൈ ആണ് കേട്ടോ അവർക്ക് കൊണ്ടുപോകാൻ ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അവരോട് ഉപ്പേരി കൊണ്ടുപോകണം, അത് കൊണ്ടുപോകണം, ഇത് കൊണ്ടുപോകണം എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് പറഞ്ഞതല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്ന കൂട്ടാനൊക്കെ അല്ല അവർ കാണുക സ്കൂളിൽ പല ഐറ്റംസും. അപ്പോൾ അവർ പറഞ്ഞ മാതിരിക്കട്ടെ ഞാൻ ചെയ്ത് കൊടുക്കൽ. പിന്നെ ഞാൻ അവരോട് പറയും ഞാനൊക്കെ അധികം ഉപ്പേരി, മമ്പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, അങ്ങനെയൊക്കെ കൊണ്ടുപോകണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. പക്ഷേ അവർക്ക് തിന്നാൻ ഇഷ്ടമുള്ളതല്ലേ അവർ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെ പച്ചക്കായ ഉപ്പേരി വെച്ചത് കൊണ്ടുപോകാൻ. പച്ചക്കായ കുക്കറിലിട്ടിട്ട് ഉപ്പും മുളകൂട്ട് വേവിച്ചിട്ട് ജസ്റ്റ് പിന്നെ കടുക് വറുത്തെടുക്കൂലേ, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത് സ്കൂളിൽ. ചിലപ്പോൾ അത് മാത്രമായിട്ട് കൊണ്ടുപോയ ദിവസങ്ങളുണ്ട്, അത് മാത്രമായിട്ട് കൊണ്ട് അത് കൂട്ടി ചോറുന്നു. ഇപ്പം ഞാൻ വിചാരിക്കും അത് കൂട്ടി മാത്രമൊക്കെ എങ്ങനെയാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് ചോറുന്നിന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നമുക്ക് മമ്പയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൾ ടിഫിൻ ബോക്സ് തുറന്നപ്പോൾ കൂട്ടാനൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കൂട്ടാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ചോറിൻ്റെ അടിയിലിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ആദ്യം മമ്പയറിട്ട് പിന്നെ അതിന് മുകളിൽ ചോറിട്ടിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഓൾക്ക് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിച്ച് കഴിക്കാമല്ലോ, അതിന് മുകളിൽ നിന്ന് എടുക്കാണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാലം. പിന്നെ നമുക്കിന്ന് ഉച്ചക്ക് അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മസാല വരട്ടി വെച്ചതാണ്. അപ്പോൾ ഇതിക്ക് വേണ്ടത് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വലിയ ജീരകം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, അതുപോലെ കുറച്ച് ചെറുനാരങ്ങ കേട്ടോ. അതെല്ലാം കൂട്ടി മസാല വരട്ടി വെച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ. പിന്നെ ഇത് കറിക്കുള്ള തേങ്ങൻ്റെ അരപ്പൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ പണികൾ. പിന്നെ അതിന് ശേഷം അതിനൊന്ന് സ്കൂളിൽ പോയിട്ടില്ലേനി കേട്ടോ. അവന് സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി നിന്നീന് കേട്ടോ. അതിൻ്റെ ശേഷമാണ് അറിഞ്ഞത് ഇന്ന് ടീച്ചേഴ്സിൻ്റെ സ്ട്രൈക്ക് ഉണ്ടെന്ന്. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടികളൊന്നും പോയിട്ടില്ല കേട്ടോ. 5 പോയിട്ടുണ്ട്, 5 സ്കൂളുണ്ട്, ഇവൻ പോയിട്ടില്ല. അപ്പോൾ അവന് അപ്പോഴേ ബാഗൊക്കെ എറിഞ്ഞിട്ട് കളിക്കാൻ മതിയായിരുന്നു. അപ്പോൾ കളി കഴിഞ്ഞ് വന്നതാണ്, എനിക്ക് എന്തെങ്കിലും തണുത്ത വെള്ളം കുടിക്കാൻ തരുമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് അടിച്ച് കൊടുത്തതായിരുന്നു. പിന്നെ ഇത് മുറ്റത്തിറങ്ങിയപ്പോൾ കുറച്ച് മൂത്തിട്ടുള്ള സപ്പോർട്ടൊക്കെ നിറത്തെടുത്തിട്ടാണ്. അത് മൂക്കണീൻ്റെ മുമ്പ് തന്നെ ജന്തുക്കളൊക്കെ കടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് ഉപ്പേരിക്കുള്ളത് ഇത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഒന്ന് ക്യാരറ്റും പയറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുകും കറിവേപ്പിലയൊക്കെ താളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി വേണമെങ്കിൽ തേങ്ങയും ചുവന്നുള്ളിയും മുളകും കൂടെ ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ വെക്കണുള്ളൂ ഉപ്പേരിക്ക്. പിന്നെ ഇത് ഞാൻ കറിക്കുള്ളത് തുമ്മിച്ചെടുക്കുകയാണ്. പിന്നെ മീൻ മസാല വരട്ടിയത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മസാല നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ നാരങ്ങ നീരിട്ടിച്ചിൻ്റെ ആ ഒരു പുളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ആണ് കേട്ടോ. ഇത് കണ്ടില്ല നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ അവസ്ഥ. ഐഷുമോളത് ഫുള്ള് പരത്തിയിട്ടോ ഉള്ള സാധനങ്ങൾ. ചില സമയത്ത് ഈ കസേരകൾ ഇങ്ങനെ നേരെ വെച്ചിട്ട് ബസ്സാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വീടാക്കിയിട്ടുണ്ടാവും. ഇവിടെ TV ഓണാക്കി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അധികം ഒന്നും പറയില്ല, എൻ്റെ പണി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്
എല്ലാ ദിവസവും ഏകദേശം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ എല്ലാം കൊണ്ടുപോയി മറ്റേ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി പരത്തുട്ടോ. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്കും വേണ്ട കളിക്കാമെന്ന് വിചാരിക്കും. ചില സമയത്ത് എനിക്ക് ദേഷ്യം പിടിക്കും ചെയ്യും കേട്ടോ. അവളുടെ ടോയ്സൊക്കെ ഇട്ടെടുക്കണ ഒരു ബോക്സ് അവളെ കയ്യിലുണ്ട്. പക്ഷേ അവൾ കിച്ചൺ സെറ്റ് ഒരു കവറിൽ, മേക്കപ്പ് സെറ്റ് ഒരു കവറിൽ അങ്ങനെ ഓരോന്നാക്കി കൊണ്ടെടുക്കണതാണ് കേട്ടോ. അങ്ങനെ അത് ഓരോ റൂമിൽ ഓരോന്ന് പരത്തിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികളെ ഈ ഒരു സമയത്തല്ലേ കളിക്കുള്ളൂ, സ്കൂളിൽ ചേർത്തിയാൽ പിന്നെ അവരുണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അത് ഓരോ റൂമിൽ കൊണ്ടുപോയി പരത്താൻ പോവുകയാണ്. ഇത് ബാഗൊക്കെ എടുത്ത് പോകുന്നുണ്ട് അവൾ. പിന്നെ പുറത്തൊന്നും കളിക്കാൻ പോകില്ല കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ വിടൂല, ഞാൻ ഇറങ്ങുമ്പോഴേ വിടുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നായ്ക്കളെ ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിയാണ്. ഇപ്പോൾ എല്ലായിടത്തും നായ്ക്കളെ ശല്യമുണ്ട്. ഇവിടെയും ഇങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും കളിക്കാൻ വിടലില്ല. ഞാൻ ഇറങ്ങുന്ന സമയത്ത് മാത്രമേ അവളെ കൊണ്ടുപോകുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാത്രങ്ങൾ വാങ്ങിയെന്ന്, അത് ഈ ഒരു പാത്രങ്ങളാട്ടോ ബോക്സിൽ 3 സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനത്തെ 3 പാത്രങ്ങളാട്ടോ കിട്ടിയത്. ഇങ്ങനത്തെ ഒരു പാത്രം എൻ്റെ കയ്യിലുണ്ട്, ഇതിന് വലിയത്. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഒരു ടോപ്പാണ് ഉള്ളത്. 3നും കൂടി ഒറ്റ ടോപ്പേ ഉള്ളൂ. പക്ഷെ അത് 3നും പാകാവൂലേ, ഈ മുകളിലുള്ള ഈ പാത്രത്തിനേ പാകാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ താഴെയുള്ളതിന് ചിലപ്പം പാകാമായിരിക്കും. പിന്നെ അത് ഒരു പാന്, ഫ്രൈ ചെയ്യാൻ പറ്റിയൊരു പാന് മാതിരി കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ദോശേൻ്റെ ഒരു തവയാണ് കേട്ടോ. ഇതിൻ്റെ വലിയത് എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ചെറിയൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ 3ഉം എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ 3ഉം കൂടി എടുത്താൽ കേട്ടോ. പിന്നെ ഇത് ഓഫറിനുണ്ടായിരുന്നു. 2000 എത്രയാണ് കേട്ടോ ഇതിൻ്റെ ബോക്സിന് റേറ്റ്. അപ്പോൾ ഇത് 1000 സംതിങ്ങിന് കിട്ടിയതാണ്. ഇത്ര കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഓഫറിലായപ്പോൾ ഓഫർ പ്രൈസിൽ ബോക്സാക്കി വെച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് ബോക്സ് മാതിരി. അപ്പോൾ ഞാൻ എടുത്തതാട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മളെ കേക്കും പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ട്രേ ആണ് കേട്ടോ. എൻ്റെ അടുത്തുള്ള കേക്ക് ഉണ്ടാക്കുന്ന റൗണ്ടിലുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ ടൈപ്പിലുള്ളത് വാങ്ങിച്ചു. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മളന്ന് വാങ്ങിയത്. പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മയും ഇപ്പയും ആങ്ങളി നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പെട്ടെന്ന് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറാട്ടയും സാധനങ്ങളൊക്കെ ഇക്ക കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അതും വെച്ച് കൊടുത്ത് അതിൻ്റെ കൂടെ. അപ്പോൾ ഐഷുമോൾ ആരെങ്കിലും വന്നാൽ കളിക്കണ സാധനങ്ങളൊക്കെ നിരത്തിയിട്ടു കേട്ടോ. എൻ്റെ ഉമ്മ ഇപ്പം വന്നാലോ അല്ലെങ്കിൽ ഇക്കാൻ്റെ ഉമ്മ വന്നാലോ ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇക്കാൻ്റെ ഉമ്മ വന്നാൽ പിന്നെ ഉമ്മാൻ്റെ ബെഡിൽ തന്നെ ആയിരിക്കും മോളെ ഫുള്ള് ടോയ്സ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് 5 സ്കൂളിൽ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവരൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇത് അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അവൾ കൊണ്ടുവന്നതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാണ്, അലിഞ്ഞിട്ടുണ്ടാകും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാറിഞ്ഞിട്ട്. അവർക്ക് എന്തൊക്കെ തിന്നാനുള്ളതെന്നല്ല അറിയണ്ടേ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ഐഷുമോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പം അതിൻ്റെ ടച്ച് ആവുള്ളൂ. വരുമ്പോൾ ഒന്നും അതിൽ മൈൻഡ് ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ ശരിയാവും. അപ്പോൾ അവർ പാർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ വീടിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ പോക്ക് നടന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർ നിസ്കാരം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മളെ വീഡിയോ യൂട്യൂബ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ അത് പറയുന്നത് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ.